ഹറാമിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ അവരോട് പറയുന്നു, ഒരിക്കലും ഇവിടെ നിന്ന് പോകുന്ന സ്ത്രീകളെ കൊണ്ടോ അന്നാട്ടുകാരായ സ്ത്രീകളെ കൊണ്ടോ മക്കയിൽ ജുമഅ സംഘടിപ്പിച്ചിട്ടില്ല, നടക്കുന്നുമില്ല. പിന്നെന്താ ഉള്ളത്? അവിടെ ആ നാട്ടുകാരായ 40 അല്ല 400 അല്ല 4000 അല്ല, നാട്ടുകാരായ ആയിരക്കണക്കിന് ആളുകൾ സ്ഥാപിച്ചു നടത്തുന്ന ജുമഅ. ആ ജുമഅയിൽ അവിടെ തവാഫിന് വേണ്ടി പോകുന്ന സ്ത്രീകൾ, തവാഫ് പള്ളിയിൽ വെച്ചാകണം, അത് പുറത്തു വെച്ച് ചെയ്താൽ ശരിയാവുകയില്ല. അവിടെ തവാഫിന് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ പോകൽ സ്ത്രീകൾക്ക് നിർബന്ധവും സുന്നത്തുമാണ്. നിർബന്ധമായ തവാഫിന് വേണ്ടി പോകൽ നിർബന്ധമാണ്. അങ്ങനെ തവാഫിന് വേണ്ടി പോകുന്ന സ്ത്രീകൾ തവാഫ് ചെയ്യുന്നതിനിടയിൽ ജുമഅയുടെ സമയമായ ആ സമയത്ത് അവർ ബാങ്ക് വിളി കേൾക്കുമ്പോ തിരിച്ച് പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അങ്ങോട്ട് ജുമഅക്ക് വരുന്ന പുരുഷന്മാരുമായി ഗേറ്റിനടുക്കൽ വെച്ച് കൂട്ടിമുട്ടിപ്പോകും. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും കൂട്ടിമുട്ടരുത്. അതുകൊണ്ട് പള്ളിയുടെ ഒരു മൂലയിൽ അവര് മാറി നിൽക്കുന്നു. ആ മാറി നിൽക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ജുമഅയിൽ അവർ പങ്കെടുത്താൽ തെറ്റാണെന്ന് ആർക്കും വാദമില്ല. അതുപോലെയല്ല ജുമഅക്ക് വേണ്ടി പുറപ്പെട്ടു പോകുന്നത്. തവാഫിന് വേണ്ടി പോയപ്പോൾ നടക്കുന്ന ജുമഅയിൽ ഒരാൾ പങ്കെടുക്കുന്നതും ജുമഅക്ക് വേണ്ടി പുറപ്പെട്ടു പോകുന്നതും രണ്ടും വേണ്ട. അപ്പൊ മക്കത്ത് സ്ത്രീകള് ബാങ്ക് കേൾക്കുമ്പോ പുറത്തു പോകുമ്പോ എന്ത് ചെയ്യും? വാതിൽക്കൽ വെച്ച് അവിടുന്ന് ബാങ്ക് കേട്ടിട്ട് ഇങ്ങോട്ട് നിസ്കരിക്കാൻ വരുന്ന പുരുഷന്മാരോട് കൂട്ടിമുട്ടും. അപ്പൊ തോന്നിപ്പോകും ഹറമിന് ഒരു വാതിലേ ഉള്ളൂ അല്ലേ? ഹറമിന് ഒരു വാതിലേ ഉള്ളൂ തോന്നും, ഒരു ചെറിയ ഇടുങ്ങിയ വാതില്. അതിലിപ്പോ ഈ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കൂട്ടിമുട്ടുമല്ലോ, ഭയങ്കരമാണ് കൂട്ടിമുട്ടല്. ആരേത് പൊട്ടന്മാരാക്കണവര്? ഇവര് സ്വയം പൊട്ടത്തരം കാണിക്കാന്നല്ലാതെ. ഇനി മദീനത്തോ, അത് ഞാൻ വിശദീകരിച്ചു തരാം. മദീനത്ത് എന്താ നടക്കണം? അവിടെ ഏതാ തവാഫൊന്നുമില്ലല്ലോ. അത് കേൾക്കിങ്ങള്. ഇതുപോലെ മദീന പള്ളി പുരുഷന്മാരോടുകൂടെ കലർന്നുകൊണ്ട് ഒരു സ്ത്രീയും ജുമഅ നിസ്കരിക്കുന്നില്ല. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്തിൽ വരുന്ന സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളിൽ റൂം വാടകയ്ക്ക് എടുക്കാത്തവരുണ്ട്, എടുത്തവരുണ്ട്, റൂമിൽ സൗകര്യമില്ലാത്തവരുണ്ട്. സിയാറത്തിന് വരുന്ന സ്ത്രീകൾക്ക് മറുഭാഗത്ത് വിശ്രമിക്കാൻ വേണ്ടി പ്രത്യേകം സ്ഥല സൗകര്യമുണ്ട് പള്ളിയുടെ സമീപം. ആ സ്ഥലത്ത് അവർ വിശ്രമിക്കുന്നു. കൂട്ടത്തിൽ അവർ നിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ നിസ്കരിക്കുന്നു. അത് ജുമഅക്ക് വേണ്ടി പോയതല്ല. ജുമഅക്കും ജമാഅത്തിനും വേണ്ടി സ്ത്രീകൾ പുറപ്പെട്ടു പോകുന്നതിന്റെ വിധി അത് മറ്റൊന്നാണ്. നേരെ മറിച്ച് അവിടെ എത്തിയപ്പോൾ അവർ നിസ്കരിക്കുന്നതിന്റെ വിധി അത് മറ്റൊന്നാണ്. അപ്പൊ മക്കത്ത് കൂട്ടിമുട്ടും അത് കരുതി. മദീനത്തോ, മദീനത്ത് കുറെ മുസ്ലിങ്ങളായ സ്ത്രീകൾ, സാധുക്കളായ സ്ത്രീകൾ റൂമൊന്നും എടുക്കാൻ കഴിയാതെ അവിടെ ഇങ്ങനെ റൂമില്ലാതെ, പുറത്തു പോയ റൂമില്ല താമസിക്കാം. അപ്പൊ ഓരോ അവിടെ തന്നെ കൂടുകയാണ്. അപ്പൊ അവിടെ നടക്കുന്ന ജുമഅയിലും ജമാഅത്തിലും നിർബന്ധിക്കപ്പെട്ടാണ് പങ്കെടുക്കുകയാണ്. ഇതിനാ റസൂലുള്ള ഒരു നേരത്തെ നിസ്കാരത്തിന് 1,00,000 പ്രതിഫലം ഹറമിൽ നിസ്കരിച്ചാൽ സ്ത്രീകൾക്ക്, അതേപോലെ മദീനത്ത് നിസ്കരിച്ച 1000 ഇരട്ടി എന്നൊക്കെ പറഞ്ഞ് ഇവരാരെ വട്ടന്മാരാക്കണത്? യഥാർത്ഥത്തിൽ ഇതിന്റെ ഒക്കെ ഉള്ളിലേക്ക് ചെന്ന് നോക്കി എന്താ നിങ്ങള്? സ്ത്രീകൾ ഉത്ഭുതരാകുന്നത് ഈ വിഭാഗത്തിന് കണ്ടുകൂടാ. സ്ത്രീമാര് മക്കത്തേക്ക് പോയില്ലേ? ഇങ്ങനെയുള്ളൊരു കൂട്ടിമുട്ടൽ ഭയന്നപ്പോ അവിടെ ഇങ്ങനെ വിശ്രമിച്ചിരുന്നപ്പോഴാണോ നിങ്ങൾ അവിടെ നിങ്ങളുടെ ഭാര്യമാരോട് ഉമ്മമാരോട് ജുമഅക്കും ജമാഅത്തിനും പങ്കെടുക്കാൻ പറഞ്ഞത്? അതല്ല. ഒരു നേരത്തെ നമസ്കാരത്തിന് ഇവിടത്തെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 പ്രതിഫലം കിട്ടുമെന്ന് കരുതിയാണോ നിങ്ങളാരെങ്കിലും നമസ്കരിക്കാൻ പറഞ്ഞത്? പേരോടിന്റെ വാദപ്രകാരം ഓൽക്കത് കിട്ടൂല, അത് പുരുഷന്മാർക്ക് മാത്രമാണ്. മക്കത്ത് പോയി നിസ്കരിച്ചാല് ഇവിടത്തെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുക 1,00,000 പ്രതിഫലം ഒരു നേരത്തെ നമസ്കാരത്തിന്, പുരുഷന്മാർക്ക് മാത്രം. സ്ത്രീകൾക്കോ? സ്ത്രീകൾ നിർബന്ധമായ നിസ്കരിക്കല്ലോ, അത് കിട്ടാൻ സാധ്യതയില്ലല്ലോ. മദീനത്തോ റൂം എടുക്കാത്ത കുറെ സ്ത്രീകൾ പ്രവാചകന്റെ മക്ബറ സന്ദർശിക്കാൻ വന്ന് റൂം എടുക്കാൻ കഴിയില്ല, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നിസ്കരിക്കുക, അവിടെ പുറത്തു നിൽക്കുമ്പോ നിസ്കാരം നടക്കുമ്പോ അവിടെ നടക്കണ്ടേ, നിസ്കരിച്ചു കുഴപ്പമില്ല. എനിക്ക് ഓർമ്മ വന്നത് ഇവരൊക്കെ ഷാഫിഈ പണ്ഡിതനായി പരിചയപ്പെടുത്തുന്ന അൽ മുഹല്ല എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവായ ഇബ്നു ഹസ്ം റഹിമഹുള്ളയുടെ വാക്കാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇങ്ങനെയൊന്നുമല്ല. വൽ ആസാറു ഫീ ഹുളൂരിൻ നിസാഇ സ്വലാത്തുൽ ജമാഅത്തി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജമാഅത്ത് നമസ്കാരത്തിന് സ്ത്രീകൾ പങ്കെടുത്തതായി ധാരാളം തെളിവുകളുണ്ട്. മുതവാത്തിറത്തുൻ ഫീ ഗായത്തി സിഹ,
അങ്ങേയറ്റം സനദ് സഹീഹായ പരമ്പരയോടുകൂടി വന്ന തെളിവുകൾ ധാരാളമുണ്ട്. ഫലാ യുൻകിറു ദാലിക, അതിനെ ഒരിക്കലും എതിർക്കുകയില്ല. ഇല്ലാ ജാഹിലുൻ, ജാഹിലല്ലാത്തവൻ, ജാഹില് മാത്രമാണ് സ്ത്രീ പള്ളിപ്രവേശത്തെ എതിർക്കുക എന്ന് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഇബ്നു ഹസ്മ റഹിമഹുല്ലാ തന്റെ അൽ മുഹല്ല എന്ന ഗ്രന്ഥത്തിൽ അതാ എഴുതി വെക്കുന്നു. ആ ജാഹിലിന്റെ കോലമല്ലേ നിങ്ങളാ കേട്ടത്? എന്താ പറഞ്ഞത്? കൂട്ടിമുട്ടുമെന്ന് കരുതി. ഒരു കൂട്ടിമുട്ടൽ ഇപ്പൊ ഇവിടെ നടക്കണില്ലല്ലോ. കബറങ്ങ കൂട്ടിമുട്ടി നമ്മൾ ശരിക്കാണ്ട് കണ്ടല്ലോ. നിങ്ങൾ കണ്ടോളി, ധാരാളം കൂട്ടിമുട്ടല്. ഭീമാപള്ളിയാണ് ആ കാണുന്നത്. പുരുഷനെന്നോ സ്ത്രീയെന്നോ പരപുരുഷ വ്യത്യാസമില്ലാതെ, ആയത്തുൽ ഹിജാബ് ബാധകമില്ലാതെ കൂട്ടിമുട്ടുന്ന രംഗം. മക്കത്ത് കൂട്ടിമുട്ടുന്നത് വലിയ പ്രശ്ന. അപ്പൊ അവിടെ കുടുങ്ങിക്കിടക്കുമ്പോ അവിടെ ജമാഅത്തിലൊക്കെ പങ്കെടുക്കാം. അത് ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് എതിർക്കുന്നില്ല. ഇവരെ ആരെയാണ് പഠിപ്പിക്കുന്നത്? ഇവരാരെ മുമ്പിലാ അത് പറയുന്നത്? ഇവർക്കറിയാം മുജാഹിദ് മൗലവി ഖുർആാനിനോ ഹദീസിനോ വല്ല വിരുദ്ധം പറഞ്ഞ അപ്പത്തന്നെ സാത്തും ചോദ്യം വരും. കാരണം മുജാഹിദുകൾ കുറച്ചൊക്കെ ഉത്ബുദ്ധരാ. എന്നാ ഇവർക്കറിയാം ഈ യാക്കൗമിന്റെ മുമ്പില് എന്തു പറഞ്ഞാലും മുമ്പൊരാള് വയല് കേൾക്കുമ്പോ സാധാരണ ഉണ്ടല്ലോ, എല്ലാത്തിനും ആമീനെന്നും റളിയല്ലാഹു അൻഹ എന്നൊക്കെ പറയുമ്പോ ഒരാള് ഒമൻ ദഖലഹു കാന ആമിനാ എന്ന് മുസ്ലിയാര് പറഞ്ഞപ്പോ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞതാ. എന്താ കാരണം? ഇത് പറഞ്ഞ ശീലമുള്ളൂ, വേറെ ദീനറിയണ്ടേ? നോക്കി നിങ്ങൾ, ആ കൗമാണ് ആ ചെയ്യുന്നത്. ദീനല്ല അവർക്ക് പറഞ്ഞു കൊടുക്കണത്. ഒരു പ്രശ്നവുമില്ലല്ലോ. കൂട്ടിമുട്ടലും അതിന്റെ അപ്പുറം നടക്കുന്ന മക്കബറയിൽ. ഈ ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ എത്തിച്ചു. ആ സ്ത്രീ ഇസ്ലാമിന്റെ മര്യാദ പ്രകാരം ദീന് കേൾക്കാൻ, കുത്തുബ കേൾക്കാൻ പള്ളിയിൽ പോയാൽ ഒരു നേരത്തെ നമസ്കാരത്തിന് നാട്ടിലെ പള്ളിയിലോ ഇവരെ വാദപ്രകാരം റസൂലുള്ളാഹിന്റെ മഖ്ബറ സന്ദർശിക്കൽ മാത്രമാണ് ഈ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുമ്പോൾ ഒരു സ്ത്രീയുടെ മനസ്സിലുണ്ടാവേണ്ടത്. അവിടെ നിസ്കരിക്കണം ലക്ഷ്യം വെക്കാൻ പാടില്ല. ഇനി നിസ്കരിച്ചാൽ തന്നെ ഇവരെ വാദപ്രകാരം 1 ലക്ഷം മദീന നിസ്കരിച്ച 1000 കിട്ടൂല. മഖ്ബറീക്കോ അതാണ് സുന്നത്ത് ജമാഅത്ത്. അവിടെ ഒരു പ്രശ്നവുമില്ല. ഇനി ഇതിലേറെ വലുത് നിങ്ങൾ കാണും. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിനടുത്ത് അമ്പംകുന്ന് ഒരു ജാറമുണ്ട്. ബീരാൻ ഔലിയപ്പാപ്പാന്റെ ജാറമാണ്. അവിടെ നടക്കുന്നതോ ഇതിനേക്കാളും വലിയ കാഴ്ചയാണ്. മുട്ടറുക്കൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെ നടക്കുന്നത്? നമ്മൾ ആരാധനാ കേന്ദ്രങ്ങളിലല്ല. അതൊക്കെ ഇതര മതസ്ഥ സഹോദരങ്ങളുടേതാണ്. നമ്മളത് ആ നിലക്ക് അവരെ കുറ്റപ്പെടുത്താറുമില്ല. അവരെ മനസ്സിലാക്കിയ ആചാരമാണത്. പക്ഷെ അതെന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ടോ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ, പരപുരുഷ വ്യത്യാസമില്ലാതെ, ആയത്തുൽ ഹിജാബ് പോലും ബാധകമല്ലാതെ എല്ലാ തരത്തിലുള്ള കൂത്താട്ടങ്ങളും അവിടെ നടക്കുകയാണ്. അമ്പംകുന്ന് ജാറം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. بسم الله الرحمن الرحيم يا جبرائيل يا رقيا يا ميكائيل يا بشرائيل يا مضيف يا احمر يا سلطان يا سمر يا سبعة يا ميمون يا عباس يا جبرائيل يا رقيا يا ميكائيل يا بشرائيل يا مضيف يا احمر يا سلطان يا سمر يا سبعة يا ميمون يا عباس يا أميرهم بريدا. بسم الله بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم മുട്ടറുക്കലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. لا تقوم الساعة حتى تلحق قبائل من أمتي بالمشركين. മുശ്രിക്കീങ്ങളോട് കൂട്ടുചേരുന്നത് വരെ അന്ത്യനാൾ എടുക്കുന്നതല്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ പ്രവചനം പുലരുകയാണ്. ഒരു പ്രശ്നമില്ല. ഇവിടെ ഒരു കൂട്ടിമുട്ടലോ പരസ്പരം കാണലോ ഒന്നും പ്രശ്നമല്ല. ഹജ്ജ് ഉദ്ദേശിച്ചു പോകുന്ന സ്ത്രീ
അവിടെ നിസ്കരിക്കൽ വലിയ കുഴപ്പമാണ്, നിർബന്ധിത സാഹചര്യത്തിലാണ് നിസ്കരിക്കുന്നത്. ഈ ഒരു അവസ്ഥ നോക്കിയാൽ യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ സഹോദരന്മാരെ, ഇതിനൊക്കെ ഫത്വ നൽകുന്ന, ഇതിനൊക്കെ റാൻമൂളുന്ന ഈ പണ്ഡിതന്മാർക്ക് സ്ത്രീ സമൂഹത്തോട് താല്പര്യമില്ല. ഏത് താല്പര്യം? ഒരു സ്ത്രീ ധാർമ്മികമായി ജീവിക്കുന്നത്, ഇസ്ലാമിന്റെ നിഷ്ഠയനുസരിച്ച് പള്ളിയിൽ പോകുന്നതാണ് ഇവർക്ക് വലിയ കുറ്റം. എന്റെ കയ്യിലുള്ളത് 2003 ജനുവരിയിലക്കം സുന്നി വോയിസ്. ഇതിൽ നിവാരണം എന്നൊരു ഭക്തിയുണ്ട്. അതിൽ ചോദ്യോത്തരങ്ങളാണ്. അതിനുത്തരം നൽകുന്നതും AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം അവറുകളാണ്. അതിൽ അദ്ദേഹത്തോട് ഒരു ചോദ്യകർത്താവ് സുലൈമാൻ തെക്കേപ്പറ്റ എന്ന ഒരാൾ ചോദിക്കാണ്, മുജാഹിദ് മഹല്ലുകളിലൊക്കെ ഒരാൾ മരിച്ചാല് മുജാഹിദത്തുകളായ സ്ത്രീകളൊക്കെ മയ്യിത്ത് നിസ്കരിക്കുന്നുണ്ട്, അവര് പുത്തനാശയക്കാരാണല്ലോ, അങ്ങനെ സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കാരം പറ്റുമോന്നാ? ഒരാൾ മരിച്ചാലേ സ്ത്രീകൾ മയ്യിത്ത് നിസ്കരിക്കും, ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം മറുപടി പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പുരുഷന്മാരുടെ മയ്യിത്ത് നമസ്കാരത്തിന് മുമ്പ് സ്ത്രീകൾ മയ്യിത്ത് നിസ്കരിച്ചാൽ സ്വഹീഹാകുകയില്ല, അതുകൊണ്ട് തന്നെ കുറ്റകരവുമാണ്. പുരുഷന്മാരുടെ ശേഷവും സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കാരം സുന്നത്തില്ല. എന്തേ പറഞ്ഞ്? സാധാരണ സ്ത്രീകൾ നിസ്കരിക്കുകയാണെങ്കിൽ പുരുഷന്മാർ നിസ്കരിക്കുന്ന മുമ്പ് നിസ്കരിക്കാം. അങ്ങനെ സ്ത്രീകൾ നിസ്കരിച്ചാൽ അത് സ്വഹീഹാവൂല നിസ്കാരം, പിന്നെ കുറ്റമാണ്, ശിക്ഷ കിട്ടും. എന്നാ പുരുഷന്മാരെ ശേഷം നിസ്കരിക്കാൻ പറ്റുമോ? അത് സുന്നത്തുമില്ല. അപ്പൊ ഒരു ഭർത്താവ് മരിച്ചിട്ട് ആ ഭർത്താവിന്റെ മയ്യത്തിന്റെ അരികിൽ നിന്ന് ഭാര്യ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു എന്നിങ്ങനെ, പടച്ചവനെ എന്റെ ഭർത്താവിന് പുറത്തു കൊടുക്ക്, ഭർത്താവ് കടന്നു ചെല്ലുന്ന കവാടം വിശാലമാക്ക്, ഭർത്താവിനെ ആദരിക്ക്, സ്വർഗം നൽകി നരകത്തിൽ നിന്ന് രക്ഷിക്ക് എന്ന് ഭാര്യ മനന്തുന്ന മനസ്സോടെ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഈ പുരോഹിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് ആ ഭാര്യ ചെയ്യുന്നത് കുറ്റകരമാണ്, തെറ്റാണ്. പിതാവ് മരിച്ചിട്ട് സ്വന്തം പെൺമക്കളോ മരുമക്കളോ മാതാവോ ഭർത്താവിന് പിതാവിന് പുറത്തു കൊടുക്കുകയെന്ന് പ്രാർത്ഥിച്ചാൽ ഇവരെ വാദപ്രകാരം അത് തെറ്റാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സ്ത്രീകൾ ഇങ്ങനെ ജാറത്തുങ്ങളൊക്കെ ഇങ്ങനെ കടന്ന് എല്ലാവിധ പണൊക്കെ എറിഞ്ഞ് അങ്ങനെ ജീവിക്കലാണ് പൗരോഹിത്യത്തിന് ജീവിക്കാൻ ഏറ്റവും നല്ലത്. അതിനെപ്പോ ഈ കണ്ടത്. ഇതൊന്നും ഏതെങ്കിലും പണ്ഡിതന്മാരെ എതിർക്കാനോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ എതിർക്കാനോ അല്ല, കാര്യം മനസ്സിലാക്കാനാണ്.